മുമ്പുള്ള ഏറ്റവും വലിയ ടാസ്ക്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് കുറേ ദിവസം കൂടി ഞാൻ പ്ലാൻ ചെയ്തു. കുറേ കാര്യങ്ങളുകൊണ്ട് പറ്റിയില്ല. പക്ഷെ ഇന്ന് എൻ്റെ മൈൻഡ് വേണ്ടെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഞാൻ വിചാരിച്ചു ഓക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം, കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയി എന്നാണ് ആയിന്ന് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് സൺഡേ ആണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം പരിപാടികളുണ്ട്. ഒരു കല്യാണത്തിന് പോകണം, പിന്നെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, അങ്ങനെ കുറച്ച്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫുൾ പരിപാടികളായതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ അത് സെറ്റാക്കാൻ വിചാരിച്ചു. അപ്പം ഇപ്പം വീട്ടിലാണ്. എനിക്ക് തോന്നുന്നു 10 മണിയായി. അപ്പം എണീറ്റ് റെഡിയായി വലിയമ്മയുടെ വീട് വരെ ഒന്ന് പോകണം. അവിടെ പോയിട്ട് പിന്നെ എനിക്ക് അവിടെ നിന്ന് റെഡി ആയിട്ട് ഞാൻ കല്യാണത്തിന് പോകുന്നതാണ് കറന്റ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് റെഡി ആവാം. റെഡി ആയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. റെഡി ആവുന്നതിന് മുമ്പുള്ള ഏറ്റവും വലിയ ടാസ്ക് ഡ്രസ്സ് തപ്പിയെടുക്കണം. അതാണ്. ഇപ്പം പിന്നെ വണ്ണം വെച്ചതുകൊണ്ടും എല്ലാ ഡ്രസ്സും ഒന്നും എനിക്ക് കയറില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ കയറുന്നത് തപ്പി കണ്ടുപിടിച്ച് എടുക്കാം. അതടുത്ത ടാസ്ക്. ഞാനിപ്പം എൻ്റെ റൂം മേക്ക് ഓവറിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പം ഇതുപോലത്തെ കുറച്ച് സ്റ്റോറേജ് ബാഗ് മേടിച്ചിട്ട് അതിനകത്താണ് ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇതിനകത്താണ് ഞാൻ പുറത്തിടുന്ന ഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഏതിടാന്നുള്ളത് തപ്പി കണ്ടുപിടിക്കാം. എനിക്കിവിടെ ഒരു ഒരു പഴയ ഒരു അലമാരയാണ്. അതിലാണ് ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇടുന്നതും പിന്നെ പുറത്തിടുന്ന കുറേ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചത്. അപ്പം ഞാൻ ഈ മിറർ മേടിച്ചപ്പോൾ അപ്പം ഞാൻ എന്തെങ്കിലും അതങ്ങ് മാറ്റി. കാരണം റൂമിൻ്റെ എസ്തെറ്റിക്കിന് അത് ചേരുന്നില്ല. അപ്പം അത് ഞാനങ്ങ് മാറ്റി. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഞാൻ ഇടണം എന്ന് വിചാരിച്ച ഡ്രസ്സ് ഇതാണ്. മൈൻഡിൽ ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷെ ഇപ്പം ഞാൻ കണ്ടപ്പോൾ ആണ് ഈ ഡ്രസ്സ് ഓർമ്മ വന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ നൈസാണ്. ഞാൻ ഒരിക്കൽ ഇട്ട സമയത്ത് എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ. സോ ഐ തോട്ട് യു ക്യാൻ ഗോ വിത്ത് ദിസ് വൺ. ആൻഡ് ഏറ്റവും വലിയ ടാസ്ക് ഇനി ഇട്ട് നോക്കിയിട്ട് ഇത് കൊള്ളുമോ എന്നുള്ളത് നോക്കണം. എന്തായാലും എനിക്ക് ഡ്രസ്സ് ട്രയൽ നോക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. പക്ഷെ എനിക്ക് ഡ്രസ്സ് കുറച്ച് ലൂസായിട്ടൊക്കെ ഇരിക്കുന്നത്, എനിക്കിങ്ങനെ സ്ലീവ്സിൻ്റെ അവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും നോക്കാം. ഇതാവുമ്പോൾ അങ്ങനെ ഇരുന്നോളും, വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് ഇത് എടുക്കാം. എന്തായാലും വലിയമ്മയുടെ വീട്ടിൽ പോയിട്ട് റെഡി ആവുന്നതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ആക്സസറീസ് കാര്യങ്ങളെല്ലാം നമുക്ക് എടുത്ത് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഇനി അതുകൂടെ നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഡ്രസ്സ്. അപ്പം ഇതിന് പറ്റിയ കമ്മലും മാലയും വളയും ഒക്കെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ വലിയ കമ്മൽ അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്താണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. കാരണം ഈ ഖടാസ് ഇതിന് സ്യൂട്ടാവും. ഓക്കെ, ഇത് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇയറിങ്സ് നോക്കണം. ഇയറിങ്സ് ഇതിന് പറ്റിയത്, ഇതിൻ്റെ നെക്ക് കുറച്ച് കയറിയിട്ടെന്ന് വെച്ചാൽ ഡീപ്പ് നെക്കല്ല. അപ്പം എനിക്ക് തോന്നുന്നു വലിയൊരു കമ്മൽ വേണമെന്ന് എൻ്റെ മൈൻഡ് പറയുന്നില്ല. കുഞ്ഞൊരു കമ്മൽ മതി. അപ്പം എനിക്ക് ഇടയ്ക്ക് കൊളാബ് കിട്ടിയ ഒരു കമ്മലുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അതൊന്ന് അപ്പം ഇതിനകത്തൊന്നും ഇതിന് പറ്റിയില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ആ പറഞ്ഞ കൊളാബ് കിട്ടിയ സാധനം തന്നെയായിരിക്കും നല്ല. അപ്പം നമുക്ക് ഈ എടുത്ത സാധനങ്ങളെല്ലാം അതുപോലെ തിരിച്ച് വച്ചിട്ട് ഇതൊക്കെ എൻ്റെ കമ്മൽ കളക്ഷൻസ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഓരോ ആവശ്യങ്ങൾക്ക് മേടിച്ചിട്ട് ഞാൻ കുറച്ച് ഈയൊക്കെ സാധനങ്ങൾ ഞാൻ നന്നായിട്ട് സൂക്ഷിക്കുന്നതാണ്. നമുക്ക് ഇത് അടയ്ക്കാം. എന്നിട്ട് എൻ്റെ വേറൊരു കമ്മൽ ബോക്സ് എടുക്കാം. ഇതിനകത്തായിരുന്നു പല ഞാൻ എല്ലാം സെറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കുറച്ചെൻ്റെ റാൻഡം യൂസ് സാധനങ്ങൾ. അപ്പം ഇതിനകത്ത് ഇതൊരെണ്ണം നന്നായിരിക്കും എന്ന് എൻ്റെ മൈൻഡ് പറയുന്നു. യെസ്, നമുക്ക് ഇതിൽ പോവാം.
അപ്പം നമുക്ക് ഇത് മാറ്റണോ? വേണ്ട, അത് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പം നമുക്ക് ഓൾ സെറ്റ്. നീ വളയായിട്ടൊന്നും ഇടുന്നില്ല. ഒരു കയ്യിൽ ബ്രേസ്ലെറ്റ് ഉണ്ട്. ഞാൻ ഈ കടാസ് ഇടുവോ അല്ലെങ്കിൽ വാച്ച് ഇടുവോ എന്നുള്ളത് ലെറ്റ്സ് സീ. എന്തായാലും നമുക്ക് എടുത്തു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മുഖത്ത് പുട്ടി അടിക്കണമല്ലോ, അതിൻ്റെ സാധനങ്ങൾ എടുക്കാം. എനിക്ക് കൂടുതലായിട്ടൊന്നും വേണ്ട. ലിപ് ബാം വേണം, BB ക്രീം എടുക്കാം, പിന്നെ ഐലൈനർ എടുക്കാം, ഈ പെർഫ്യൂം എടുക്കാം. ഇതാകുമ്പം ട്രാവൽ ഫ്രണ്ട്ലിയാണ്, സ്റ്റുഡിയോയുടെ നല്ല മണവും ഉണ്ട്, അതെടുക്കാം. പിന്നെ ലിപ്സ്റ്റിക് ഓക്കെ, ഇത് പ്ലസ് ഒരു ലിക്വിഡ് കൂടെ എടുക്കാം. ഓക്കെ, ദെൻ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ മേടിച്ചതാണ് ബ്ലഷിനെ. അങ്ങനെ യൂസ് ചെയ്യാറില്ല, അതൊരിക്കട്ടെ, കല്യാണത്തിന് പോവുകയല്ലേ. പിന്നെ എൻ്റെ കറുത്ത പൊട്ട്. പിന്നെ ഇപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഐബ്രോസ് ഫില്ല് ചെയ്യണം. അത് പിന്നെ കോമ്പാക്റ്റ് ഉണ്ട്, അതെടുക്കാം. പിന്നെ എൻ്റെ റിങ്ങൊക്കെ ഞാൻ എടുത്തിട്ട് അതൊക്കെ ഞാൻ യൂസ് ചെയ്യാണ്ട് ഞാൻ വച്ചേക്കും. എനിക്ക് അറിഞ്ഞൂടെ എന്താണ്. കുറച്ച് റിങ്ങും കാര്യങ്ങളും ഒക്കെ എടുക്കണം. ഓക്കെ, ഇതിങ്ങനെ വച്ചിരുന്നിട്ട് എന്തിനാ, യൂസ് ചെയ്യണ്ടേ നമ്മൾ. അപ്പോൾ ഇതൊന്നും എൻ്റെ ഗോൾഡ് അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഇതിന് സ്യൂട്ടാവുന്ന ടൈപ്പ്, അതായത് ആ കടാസ് എടുത്തല്ലോ നമ്മൾ, അതിന് സ്യൂട്ടാവുന്ന ഒരു റിങ് എൻ്റെ കയ്യിലുണ്ടേ. അത് നോക്കാം. കാണുന്നില്ല, ദൈവമേ, എവിടെയാണോ തോന്നുന്നു. ഇവിടെ കൊണ്ട് വെച്ചോട്ടോ. യെസ്, ഇതെടുക്കാം, ഈ റിങ്ങും. പിന്നെ ഒന്നുകൂടെ എടുക്കണ്ടേ, ഇതെടുക്കാം. എപ്പോഴും യൂസ് ചെയ്യുന്നതാണെങ്കിൽ ജസ്റ്റ് ഗോ വിത്ത് ദിസ് റെഡ്. ഓക്കെ ഓക്കെ, അത്രയും. ഇനിയൊന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഈ മണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ പെർഫ്യൂം, ബോഡി മിസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. അപ്പം ഇത് ഇത്രയും മതി. ഇനി നമുക്ക് എൻ്റെ മോയ്സ്ചറൈസർ എടുക്കണം, സൺക്രീം എടുക്കണം. പിന്നെ ഇത് കുറച്ച് ട്രെൻഡിങ് ആണ് ഈ സാധനം, യൂസ് ചെയ്തിട്ട് കൊള്ളാം, നോൺ സ്റ്റിക്കിയാണ്, പിന്നെ വൈറ്റ് കാസ്റ്റും ഒന്നുമില്ല അങ്ങനെ. അപ്പം ഇതെടുത്ത് ഓക്കെ. അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തു. നമുക്കിതെല്ലാം കൂടെ പാക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്യണമല്ലോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം കൂടെ എൻ്റെ ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് പോകാൻ റെഡിയാക്കാം. അതെല്ലാം കൂടെ എങ്ങനെയെങ്കിലും ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ മോസ്റ്റ്ലി എപ്പോഴും ട്രാവൽ ചെയ്യുമ്പം എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെക്കുന്നത് ഈ ഒരു ബോക്സിനകത്താണ്. കാരണം എന്താ, എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അപ്പം നമുക്ക് അതിനകത്ത് തന്നെ ഇതെല്ലാം എടുത്തിടാം. മോയ്സ്ചറൈസറും സൺക്രീമും പോയിട്ട് ബാക്കിയെല്ലാം എടുത്തിടാം. കാരണം അതെനിക്കിപ്പോൾ ഇടണം, അടച്ചു വെക്കണ്ട, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അതിരിക്കട്ടെ. പിന്നെ നമ്മൾ കമ്മലെടുത്തായിരുന്നല്ലോ, കമ്മൽ കിടാസ്, കമ്മൽ അതിനകത്ത് കിടന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി എന്താ, ഇനി നമുക്ക് ഡ്രസ്സ് എടുത്ത് വെക്കണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ വലിയമ്മയുടെ വീട്ടിലാണ് ബർത്ത്ഡേ ഫംഗ്ഷൻ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് കൂടെ എടുത്ത് വെക്കാം. പക്ഷേ ഇതിട്ടിട്ടായിരിക്കും ഞാൻ പോണത്, ഇത് തന്നെ ഇട്ടുകൊടുത്താലും മതി, നോക്കാം. എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്താ, ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിനകത്ത് വെക്കാം. ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ എപ്പോഴും കൊണ്ടുപോകുന്ന എൻ്റെ ബാഗാണ്. ഇതിനകത്ത് 3 ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് കോയിൻ, ഇങ്ങനെ ആർക്കെങ്കിലും ഒരു ശീലം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാഗ് പേഴ്സ് ഒഴിച്ചിടാണ്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അല്ല, ഒരു കോയിൻ അല്ലെങ്കിൽ ഇട്ട് വെക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പം എൻ്റെ ഏത് ബാഗ് പേഴ്സ് നോക്കിയാലും കോയിൻതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഡ്രസ്സ് വെക്കാം.
അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വെച്ചു. ഇനി ഇവിടെ വെക്കണം. സൺക്രീം വേറെ ഒരെണ്ണം ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. വേറെ ഒന്നും എടുക്കാനില്ലെന്ന് എൻ്റെ വിശ്വാസം. ഇത് വെച്ചു ബാക്ക്. പിന്നെ എൻ്റെ സ്പെയർ ഫോണ്, സ്പെയർ അല്ല, എൻ്റെ പഴയ ഫോൺ. അതുകൂടെ നമുക്ക് വച്ചേക്കാം, എനിക്ക് സാക്ഷ്യം വന്നാൽ. ഇനി പൗഡറൊക്കെ വേണം, അതൊക്കെ പിന്നെ അവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. വേറെ ഒന്നും എടുത്ത് വെക്കാനില്ല, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ, സെറ്റായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയി പോകാൻ വേണ്ടിയിട്ട്. സെയിം ഇവിടെ നിന്നൊരു ഐ തിങ്ക് ഒരു 5 കിലോമീറ്റേഴ്സേ ഉള്ളൂ അരിയമ്മയുടെ വീട്ടിൽ. അപ്പം ഞാൻ നിൽക്കുന്ന കൊല്ലത്തിൽ തന്നെയാണ് പോവാറിഞ്ഞ. അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഡ്രസ്സിംഗ് ഒന്നും ചെയ്യാറില്ല. അപ്പം അങ്ങനെ പോവാം. ഇനി ലേറ്റായ അമ്മ എന്നെ ചിലപ്പോൾ പൊങ്കാലയും. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണും. ഓക്കെ, സോ ഓൾ സെറ്റ്. കല്യാണത്തിന് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആരുടെ കല്യാണം ഞാൻ പറഞ്ഞില്ലല്ലോ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗിൻ്റെ കല്യാണം. ഓക്കെ, അപ്പം അതിന് കൊടുക്കാൻ ഗിഫ്റ്റ് ഒന്നും ഞാൻ മേടിച്ചില്ല. അപ്പം അതും മേടിക്കണം. പൈസയില്ല എൻ്റെ കയ്യിൽ, പക്ഷേ മേടിക്കണം. അപ്പം അത്രേ ഉള്ളൂ. നമുക്കിനി താഴോട്ട് പോവാം. നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇറങ്ങി കാണിക്കണം കേട്ടോ. സാധനം മറന്നുപോയി. ഞാൻ ബസ്സിൽ പോകുമ്പം എനിക്ക് ഇതില്ലെങ്കിൽ പറ്റൂല. ഭയങ്കര ലോൺലിനെസ് ഒക്കെ തോന്നും. ഞാനങ്ങ് കരഞ്ഞൂന്ന് വരെ വരും. ഞാൻ ഒരു ദിവസം ജിമ്മിൽ പോയപ്പോൾ കളഞ്ഞു പോയി. പിന്നെ നെക്സ്റ്റ് ഡേ എനിക്കത് മാറിയെടുത്ത് എന്ന് പറഞ്ഞ് ചേച്ചി തിരിച്ചു കൊണ്ടു. അങ്ങനെ ഇതില്ലാതെ എനിക്ക് ജീവിതമില്ല. നമുക്ക് പോവാം. കൊച്ചവിടെ കാർട്ടൂൺ കാണുന്ന സൗണ്ട് ഉണ്ടാവും. ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, അതിൻ്റെ ബഹളം ഉണ്ടാവും. ഓക്കെ, കൊച്ചിനെ കളിച്ചു. ഹായ് മഹി. ഞാൻ വിളിച്ചതില്ല, അതാണ് ഭയങ്കര സ്നേഹം. മഹി ടാറ്റാ. ടാറ്റതാ. അയ്യോ, സാഷ്ടാംഗ പ്രണമിച്ചതാ. മായി പോവാ. കാശിച്ചേട്ടന്റെ വീട്ടിൽ പോടാ. ഇന്ന് കാശിച്ചേട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. പറയോ ഹാപ്പി ബർത്ത്ഡേ എന്ന്. ഷൂട് ഷൂട് ഇത് ഓണേന് മുമ്പ് എൻ്റെ കുറച്ച് തുണി അലക്കാനുണ്ട്, അത് ഇട്ടിട്ട് പോവാം. ഇപ്പം ഇട്ടില്ലെങ്കിൽ പിന്നെ ഇനി ഒരാഴ്ച എനിക്ക് ജിമ്മിൽ പോകാനും ഒന്നുമില്ലാണ്ട് ഞാനങ്ങ് കഷ്ടപ്പെടാം. പുറത്തിടുന്നത് സെപ്പറേറ്റും ജിമ്മിലും വീട്ടിലൊക്കെ ഇടുന്നത് സെപ്പറേറ്റും അങ്ങനെ കഴുകാമെന്നാണ്. അങ്ങനെയാണ് ഞാൻ പൊതുവെ കഴുകാറ്. അപ്പം അങ്ങനെ സെറ്റാക്കണം. നമ്മൾ പോയിട്ട് വരുമ്പോഴേക്കും ഇതായി കിടക്കും. നമുക്ക് ഇതിനടുത്ത് വിരിക്കാം. ഓക്കെ ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഓക്കെ, ഞാൻ വണ്ടി ഓട്ടിക്കാൻ പോണ്. ഓക്കെ, ബൈ. മഹി, നീ ബാഗ് ഫ്രണ്ടിന്റെ വേ. എത്തി ഗൈസ്, എത്തി. നീ നമ്മളെയൊക്കെ ഫേമസ് ആക്കും. ഇവിടെ എത്തി. അപ്പം പക്ഷെ എനിക്ക് പോകാനുള്ള സമയമാണ് അവിടെ. ഞാൻ വിചാരിച്ചു നല്ല ജലദോഷം എന്താണെന്ന്. അപ്പം ഞാൻ പോയി റെഡി ആവട്ടെ. ഇവിടെ മറ്റേ ഇന്ന് വൈകിട്ടല്ല, ഉച്ചയ്ക്ക് കുഞ്ഞു സദ്യ, വൈകിട്ട് വേറെ എന്തോ ഐറ്റംസ്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ. എനിക്കല്ലെങ്കിലും പ്രിപ്പറേഷനൊന്നും ഇല്ല. അപ്പം ഞാനെല്ലാം കല്യാണത്തിന് വേണ്ടി വരാം. എൻ്റെ പിള്ളേർ ഹായ് പറ. എടാ കശി ഹായ്. മഹി ഹായ് പറ. ഹായ്. അപ്പം ബർത്ത്ഡേ ബോയ് എവിടെ? ബർത്ത്ഡേ ബോയ് അല്ലേ? ഓക്കെ, അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് കല്യാണത്തിന് പോട്ടെ.
എന്റെ ഫുൾ ലുക്ക് കാണിച്ചു തരാമേ. എന്റെ ഫുൾ ലുക്ക് കാണിക്കാൻ വേണ്ടി ഇവിടെ മൊത്തം തെണ്ടിത്തിരിയണം. വിഷയൊന്നും നടക്കല്ല. ഇപ്പൊ കാണിച്ചു. അപ്പൊ നമുക്കിനി കല്യാണത്തിന് പോവാം. എല്ലാരും ഹൈവേടെ അവിടെ ഇട്ടിട്ടൊന്നും കിടക്കണേ. മഞ്ഞ വെളിയില്. ശരി, അമ്മ ഇപ്പം അകത്ത് കയറാം. വാ. ഓക്കെ, അപ്പം ഞാൻ കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ വന്ന് ഉറങ്ങിയൊന്നുമില്ല. പക്ഷെ വന്നിട്ട് ഒന്ന് ഫ്രഷായി. വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അപ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്ന് അങ്ങനെയൊക്കെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഭയങ്കര ഗ്രാൻഡ് ഡ്രസ്സൊക്കെ. ഞാൻ മറ്റേ നൈറ്റിയൊക്കെ ഇട്ടു. എനിക്കറിഞ്ഞൂടാ അങ്ങനെ. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഓക്കെ, നമുക്കിവിടെ എന്ത് കാര്യം വന്നാലും ഫുഡാണ് മെയിൻ. ഓക്കെ അപ്പം കൊച്ചെന്നെ വിളിക്കണം. ഞാനൊന്ന് പോയിട്ട് വരാം. കണ്ണനെ കാണിച്ചു തരാം. കണ്ണ കോസ്റ്റ്യൂം കാണിച്ചു കൊടുക്കട്ടെങ്കിൽ വാ. വേഗം വന്നാൽ കാണിച്ചു തരാം. അല്ല, കാണിച്ചു കൊടുക്കാം. കണ്ണൻ്റെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. ഓക്കെ, ശരിടാ. ഓക്കെ, അപ്പം ഞാൻ പോയി ഒന്ന് ലിപ്സ്റ്റിക് എങ്കിലും ഇടട്ടെ. ഇല്ലെങ്കിൽ ഞാൻ മാത്രം മറ്റേ എവിടെ നിന്ന് എണീറ്റ് വന്നതുപോലെ ഇരിക്കും. ഓക്കെ, ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് നോക്കാം. ചിക്കൻ ഉണ്ട്. പിന്നെ പായസം, വെള്ളമായി ഇനിയിപ്പോൾ കിട്ടുമായിരിക്കും എനിക്ക്. പിന്നെ ഇതിൽ ഒന്നുമില്ല കേട്ടോ. ഇതിൽ ഇടിയപ്പം. എനിക്ക് തോന്നി ഇനി അപ്പവും പൊറോട്ടയും മേടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. അല്ല, അപ്പം ഉണ്ടാക്കും, പൊറോട്ട മേടിക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ കേക്ക് വരും ഇനി. സമയമാകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പിള്ളേർ സെറ്റ് ആയതുകൊണ്ടേ ഇല്ലാണ്ടാക്കും. അങ്ങനെ ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഭയങ്കര ഗ്രാൻഡ് ഡ്രസ്സൊക്കെ. ഞാൻ വെച്ചാൽ അങ്ങനെ. അപ്പോഴത്തേനും ചേട്ടൻ കേക്കൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും മോളും കൂടി വന്നു, ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ അധികം വൈകിയില്ല, കേക്കൊക്കെ കട്ട് ചെയ്തു. ജസ്റ്റ് കുഞ്ഞൊരു ഫംഗ്ഷനായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്നു. കാരണം വല്ലപ്പോഴാണല്ലോ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു നൈറ്റായിരുന്നേ. അതിനുശേഷം എല്ലാവർക്കും പോകാനുള്ള ടൈമായി. ഓരോരുത്തരായിട്ട് ബൈ പറഞ്ഞിറങ്ങി. ലാസ്റ്റ് ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. ഞങ്ങൾ ബൈ പറഞ്ഞിറങ്ങി. അപ്പോൾ അത്രയുള്ള എൻ്റെ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയുള്ളൊക്കെ ബൈ.